ഉപ്പുതറ മാട്ടുതാവളം കാപ്പിപ്പാറയിൽ അനധികൃതമായി പ്രവർത്തിച്ച പാറമടയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും വീണ്ടും പ്രവർത്തിക്കുന്നതായി പരാതി. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന പാറമടയ്ക്ക് ഉപ്പുതറ വില്ലേജ് അധികൃതരാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. പരാതിയെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് അടച്ചുപൂട്ടിയ പാറമടയാണ് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയത്. രാത്രിയും പകലും ഒരുപോലെ പാറ പൊട്ടിച്ച് കടത്തിയിരുന്ന പാറമടയ്ക്കാണ് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ഖനനം വീണ്ടും തുടരുകയാണ്. മുമ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ പാറമടയിലാണ് വീണ്ടും അനധികൃത ഖനനം ആരംഭിച്ചിരിക്കുന്നത്. നിരവധി ലോഡ് പാറയാണ് ഓരോ ദിവസവും കടത്തിക്കൊണ്ടു പോകുന്നത്. പാറമടയ്ക്ക് പിന്നിൽ ഭരണകക്ഷി നേതാക്കളാണെന്ന ആരോപണവുമുണ്ട്. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും പാറ പൊട്ടിച്ച് കടത്തൽ ഇപ്പോഴും തുടരുകയാണ്. ദിവസേന 15 ലോഡിലധികം പാറയാണ് ഇവിടെ നിന്നും പൊട്ടി കടത്തുന്നത്. ഉപ്പുതറ വില്ലേജിൽ ഉപ്പുതറ പഞ്ചായത്തിൽ പാലക്കാവിനും മാട്ടുതാവളത്തിനും ഇടയ്ക്ക് കാപ്പിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ മാസങ്ങൾക്ക് മുമ്പ് അനധികൃതമായിട്ട് പാറമട പ്രവർത്തിച്ചിരുന്നു. ആ പാറമടയിലെ വസ്തുക്കൾ ഇവിടുത്തെ അടുത്തുള്ള പറമ്പിൽ നിക്ഷേപിക്കുകയും വൻ സ്ഫോടനങ്ങൾ ഉണ്ടാകുകയും അന്ന് കട്ടപ്പനയിൽ നിന്ന് ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി നാട്ടുകാരുടെ സഹായത്തോടെയാണ് തീയണയ്ക്കാൻ സാധിച്ചത്. അതിനുശേഷം ആ പാറമടയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയായിരുന്നു. അന്ന് ഭരണകക്ഷിയുടെ പ്രമുഖരായ നേതാക്കളുടെ പിൻബലത്തിലാണ് ഈ പാറമട പ്രവർത്തിച്ചിരുന്നത് എന്ന് ആരോപിച്ചിരുന്നു. പക്ഷേ ഭരണം മാറി വന്നു. ഇപ്പോഴും ഈ പാറമട വീണ്ടും പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഉപ്പുതറ വില്ലേജിൽ നിന്നും കഴിഞ്ഞ ദിവസം സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും പാറമടയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഉപ്പുതറ കേന്ദ്രീകൃതമായിട്ട് ഭരണകക്ഷിയുടെ ആൾക്കാരുടെ പിന്തുണയോടെ നേതൃത്വത്തിലാണ് ഇപ്പോഴും ഈ പാറമട പ്രവർത്തിക്കുന്നത്. ഭരണകക്ഷിയുടെ പ്രാദേശിക പ്രവർത്തകരാണ് റവന്യൂ അധികൃതർക്ക് പരാതി നൽകിയത്. അതേ പാർട്ടിയുടെ മറ്റു പ്രാദേശിക നേതാക്കളാണ് പാറ പൊട്ടിച്ച് കടത്തുന്നത്. ഇവിടെ ഒരേ സമയം 20-ലധികം കമറാണ് പൊട്ടിക്കുന്നത്. സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ ഉണ്ടായതായി പരാതി ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഉദ്യോഗസ്ഥരെത്തി സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനു ശേഷവും പാറ കടത്തിക്കിട്ടു പോയിട്ടുണ്ടെങ്കിൽ സ്ഥലം ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഉപ്പുതറ വില്ലേജ് ഓഫീസർ അറിയിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.